ഒരു ജില്ലാ സെക്രട്ടറിക്ക് മത്സരിക്കാൻ ഇപ്പോൾ മണ്ഡലമില്ല. അത് ആലപ്പുഴയിലാണ്. നാസറിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് 2 മണ്ഡലങ്ങളാണ് എടുത്തു വെച്ചിരുന്നത്. ഒന്ന് കായംകുളവും പിന്നൊന്ന് അരൂരും. അരൂരാണെങ്കിൽ നമ്മുടെ ദലീമ ജോജോയാണ്. ദലീമ ജോജോയെ മാറ്റിക്കഴിഞ്ഞ് നാസറിനെ കൊണ്ടുവരുന്നത് റിസ്ക്കാണ് എന്നുള്ളതാണ് അവിടുത്തെ പ്രാദേശിക നേതൃത്വം തന്നെ പറയുന്നത്. ഇത് സംസ്ഥാന നേതൃത്വത്തിനും അറിയാം. പിന്നീടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കായംകുളത്താണ്. അവിടെ പ്രതിഭയെ മാറ്റണം. കായംകുളത്ത് പ്രതിഭയെ മാറ്റാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ അരൂര് മാത്രമാണ് സാധ്യതയുള്ളത്. പക്ഷേ അരൂര് നിന്നാൽ നാസർ വിജയിക്കുമോ എന്നുള്ളൊരു ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. മനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ് മനീഷ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്ക് ഇക്കുറി മത്സരിക്കാൻ സീറ്റ് കിട്ടൂലേ? ഡോക്ടർ അരുൺകുമാർ, നേരത്തെ തന്നെ 2 തവണ 2 ടേം ഇപ്പോൾ പൂർത്തിയാക്കുന്ന ജില്ലാ സെക്രട്ടറി ആർ നാസർ നേരത്തെ കുട്ടനാട് സീറ്റ് അത് NCPയിൽ നിന്ന് CPM ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ മത്സരിക്കാനുള്ള ചില ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടനാട് സീറ്റ് അത് NCPക്ക് തന്നെയാണ് എന്ന മട്ടിലുള്ള ചർച്ചകൾ വന്നപ്പോഴാണ് പിന്നീട് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് 2 സീറ്റുകളിലേക്ക്, അതൊന്ന് കായംകുളത്തും ഒപ്പം തന്നെ അരൂരിലും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന രീതിയിലായിരുന്നു നാസറിനെ പരിഗണിച്ചത്. പക്ഷേ ഇപ്പോഴിതാ ജാതി സമവാക്യങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപ്പെടുത്തി അരൂരിൽ ദലീമ ജോജോ തന്നെ തുടരട്ടെ എന്ന രീതിയിലുള്ള ജില്ലാ സെക്രട്ടറിയുടെ ചർച്ച ഉണ്ടായി. പക്ഷേ നാസറിന് ഇത്തവണ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്, സജി ചെറിയാനേക്കാൾ സീനിയർ നേതാവാണ്, ഇതുവരെ നിയമസഭയിൽ മത്സരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിലെ ചില നേതാക്കൾ ഉന്നയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കായംകുളമാണ്. കായംകുളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അത് ഇടതുപക്ഷത്തിന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ ഒരു മണ്ഡലമാണ്. BJP നിലവിൽ BDJS മത്സരിക്കുന്ന സീറ്റാണെങ്കിൽ BJP ഏറ്റെടുത്തുകൊണ്ട് A ക്ലാസ് മണ്ഡലമായി പ്രഖ്യാപിക്കാനുള്ള അവരുടെ വലിയ സാധ്യത അവർ കൽപ്പിക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ പ്രതിഭയെ പോലെയുള്ള കുറച്ചുകൂടി ജനസമ്മതി ഉള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് കായംകുളത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ സാധ്യത നിലവിൽ അന്തിമ തീരുമാനത്തിന് മുൻപേ തന്നെ ചെറിയൊരു സാധ്യത മാത്രമുള്ളത് അരൂരിൽ മാത്രമാണ്. പക്ഷെ അവിടെയും ലത്തീൻ സഭയ്ക്ക് വലിയ പ്രാതിനിധ്യമുള്ള ജില്ലയിൽ അവരുടെ അംഗം കൂടിയായിട്ടുള്ള ദലീമ ജോജയെ തന്നെ മത്സരിക്കട്ടെ എന്ന ആവശ്യമാണ് ജില്ലാ സെക്രട്ടറിയിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന രീതിയിൽ മാത്രമാണ്. ഒപ്പം തന്നെ വലിയ അതൃപ്തി ജില്ലാ സെക്രട്ടറിക്കുള്ളത് ജില്ലയിലെ തന്നെ ചില നേതാക്കൾ സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലയിലെ ഏത് മണ്ഡലത്തെ മത്സരിക്കും? ജില്ലയിൽ 6 മണ്ഡലങ്ങളിലാണ് CPM മത്സരിക്കുന്നത്. 5 മണ്ഡലങ്ങളിലും ഏകദേശം ഉറപ്പായി. അതിൽ ഏത് സീറ്റിൽ മത്സരിച്ചാലും അദ്ദേഹം തോൽക്കുമെന്നുള്ള റിപ്പോർട്ട് ചില നേതാക്കൾ സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു. ഇതിൽ വലിയ അതൃപ്തി എന്താണെങ്കിൽ ആർ നാസർ അറിയിച്ചിട്ടുണ്ട്. അവസാന നിമിഷം എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ആർ നാസർ നടത്തുമോ എന്നതാണ് ഇത് നോക്കിക്കാണേണ്ടത്. അവസാനവട്ടവും ഒരു നീക്കത്തിനുള്ള സാധ്യതയുണ്ട്. മനീഷ് മഹിപാൽ, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനൊക്കെ നാസറിനെ വലിയ ഇഷ്ടമാണ്. തൽക്കാലം നമുക്ക് അങ്ങനെ പറഞ്ഞു നിർത്താം അല്ലേ? ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചില സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. അത് കാത്തിരുന്ന് കാണുക. പക്ഷേ പാർട്ടി സെക്രട്ടറിയാണ്, പാർട്ടി സെക്രട്ടറിക്ക് മണ്ഡലമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണിപ്പോൾ. അരൂര് മത്സരിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു ധാരണ വരും ആലപ്പുഴയിൽ.